പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായ സൗജന്യ യാത്രയ്ക്ക് ആരംഭം കുറിച്ച തിങ്കളാഴ്ച കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവ്. കഴിഞ്ഞ തിങ്കളാഴ്ചയെ അപേക്ഷിച്ച് 6 ലക്ഷത്തോളം അധികം വനിതകളാണ് പദ്ധതിയുടെ ആദ്യ ദിനം കെഎസ്ആർടിസിയെ ആശ്രയിച്ചത്. തിങ്കളാഴ്ച മാത്രം ആകെ 13,29,938 സ്ത്രീകളാണ് ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്തത്. ഇതിൽ 7,83,115 പേർ സീറോ ടിക്കറ്റ് ആനുകൂല്യം വഴി പൂർണ്ണമായും സൗജന്യമായി യാത്ര ചെയ്തു. പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ച രാവിലെ 10 മണിക്ക് മുൻപ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തവരാണ് ബാക്കിയുള്ളവർ. കഴിഞ്ഞയാഴ്ച ഇതേ ദിവസം യാത്ര ചെയ്തിട്ടുള്ള സ്ത്രീകളുടെ എണ്ണം 7,34,693 മാത്രമായിരുന്നു. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ 5 ലക്ഷത്തിലധികം വനിതാ യാത്രക്കാരുടെ വർധനവാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. സീറോ ടിക്കറ്റ് ഇനത്തിൽ സർക്കാരിന് 1,59,56,801 രൂപയുടെ ബാധ്യതയാണ് തിങ്കളാഴ്ച മാത്രം ഉണ്ടായത്. കഴിഞ്ഞ തിങ്കളാഴ്ചയെ അപേക്ഷിച്ച് ഇന്നലെ പുരുഷ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച 6,94,799 പേരാണ് യാത്ര ചെയ്തതെങ്കിൽ ഇന്നലെ 2,26,673 പുരുഷന്മാർ മാത്രമാണ് ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്തത്. UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. മുഖ്യമന്ത്രി VD സതീശനാണ് ഇന്നലെ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാനത്തെ 3,125 കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിലാണ് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും പണച്ചിലവില്ലാതെ സഞ്ചരിക്കാനാവുക. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ്, ഗ്രാമവണ്ടി, ഫെയർ സ്റ്റേജ് LS, ടൗൺ ടു ടൗൺ വിഭാഗങ്ങളിലെ ബസ്സുകളിലാണ് സൗജന്യ യാത്രാ സൗകര്യം ഉണ്ടാവുക.